ജെംസ് വേൾഡ്. അപ്പോൾ ഇന്നായിരുന്നു നമ്മൾ +1 ഫിസിക്സ് പബ്ലിക് എക്സാം ഉണ്ടായിരുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഇതുവരെ എഴുതിയ എല്ലാ എക്സാംസിലും എനിക്ക് കുറച്ചും കൂടി ടഫായിട്ട് തോന്നിയിട്ടുള്ളത് ഫിസിക്സിൻ്റെ എക്സാമാണ്. അതായത് ഫിസിക്സ് മോഡൽ എക്സാം ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ആ ഒരു വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഫിസിക്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പബ്ലിക് എക്സാമിന് ന്യൂമറിക്കൽസ് ഞാൻ നല്ല പേടിച്ച് പോയ സാധനം ന്യൂമറിക്കൽസ് വളരെ കുറച്ചാണ് ചോദിച്ചത് തന്നെ എനിക്കറിയില്ല, ഞാൻ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഡെറിവേഷൻസ് ആണെങ്കിലും ഈ ബാങ്കിങ് ഓഫ് ഫ്രോഡിൻ്റെ ക്വസ്റ്റ്യനൊക്കെ അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത് വേറെ ഇതിലില്ല. ഇതെന്ന് പറഞ്ഞാൽ ട്രൂലി നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഈ PYQ വെച്ച് നോക്കുമ്പോൾ അതിൽ നല്ല ഡിഫറൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട്. എനിക്കിതിലെ ഫസ്റ്റത്തെ 1 മാർക്കിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ, ഈ 1 മാർക്കിൻ്റെ സെക്ഷൻ എൻ്റെ ഒരു ഇതിലാട്ടോ പറയണേ. 1 മാർക്കിൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം എന്തോ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. ആ സമയത്ത് കൈവരയ്ക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഒന്നും എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ട് ഡെറിവേഷൻസ് ഒന്നും, അതായത് എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ഡെറിവേഷൻസ് ചോദിച്ചില്ല. ആകെപ്പാട് അങ്ങനെ ചോദിച്ചത് എന്ന് പറയാനാണെങ്കിൽ RHS = UT + ½ AT² ആ ഒരു ഡെറിവേഷനാണ്. അത് കുറച്ചൊരു ഇതായിട്ട് ചോദിച്ചിട്ടില്ല. വേറെ ഡെറിവേഷൻസ് തന്നെ പിന്നെ മറ്റതിൻ്റെ എയർകോളത്തിൻ്റെ ഇതന്നെ വരുന്നുള്ളൂ. ഇതിൽ എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് വന്നിട്ടുണ്ട്. മറ്റേ ബാലറ്റ് ഡാൻസിന് പകരം ഇതിൽ മറ്റേ എന്തെന്ന് പറഞ്ഞിട്ട് നിൽക്കണ് ഐസ് സ്കേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി എനിക്ക് ഫിസിക്സാണ് +1 ഇതുവരെ കഴിഞ്ഞ എക്സാംസിൽ കുറച്ചും കൂടി ടഫായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്കിതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് ഒന്നും അറിയില്ല. പിന്നെ ഡിസ്കസ് ചെയ്തത് വെച്ചിട്ട് ഫസ്റ്റത്തതിൻ്റെ ആൻസർ 0 ആണ്, രണ്ടാമത്തത് ഇമ്പൾസാണ്, മൂന്നാമത്തത് എനിക്ക് ഓർമ്മയില്ല, പിന്നെ നാലാമത്തത് ടെമ്പറേച്ചറാണ്, അഞ്ചാമത്തെ ബാങ്കിളാന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയോ ആണ്, എനിക്കിതിന് കറക്റ്റ് ആൻസേഴ്സ് ഒന്നും അറിയില്ല. ആൻസർ കീ ഒന്നും നമ്മൾ ചെക്ക് ചെയ്യാത്തതുകൊണ്ട് ഇനി ആൻസർ കീ ഇട്ടിട്ട് വേണം അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അവസ്ഥ. ഞാൻ ഇതിൽ 1 to 7 5 എണ്ണത്തിന് പകരം ഞാൻ 6 എണ്ണം അറ്റൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. എനിക്ക് വലിയ ഉറപ്പില്ല, അതുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടതാണ്. പക്ഷെ ഇതിൻ്റെ ഒന്നും അവസ്ഥ അറിയില്ല. 5 മാർക്ക് എനിക്ക് കിട്ടിയാൽ മതിയേനു. കാരണം എനിക്ക് അത്യാവശ്യം എനിക്ക് നല്ല ടഫായിട്ട് ഫീൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ 5 എണ്ണം എഴുതണം രണ്ടാമത്തെ 2 മാർക്കിൻ്റെ സെക്ഷനിൽ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് വലിയ കുഴപ്പമില്ലേനു, അത് അത്യാവശ്യം അത് 2 മാർക്കിൻ്റെ സെക്ഷനിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വലിയ കുഴപ്പമില്ലേനു. രണ്ടാമത്തത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഈ 11ാമത്തെ ക്വസ്റ്റ്യന്. ഇതിൽ എന്തിൻ്റെ യൂണിറ്റാണെന്ന് ആലോചിച്ച് കുറച്ച് ടൈം ഞാൻ എന്തായാലും കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇതിപ്പോൾ എന്താ വരിക, പിന്നെ ഇങ്ങനെ ഗസ് അടിച്ച് പിന്നെ ഇതൊരു കാര്യം അറിയോ, ഇതിൽ ഏതിൻ്റെയാണ് സർഫസ് ടെൻഷൻ്റെ തോന്നുന്നു. സർഫസ് ടെൻഷന് ഇവിടെ ബാക്കിൽ എവിടോ അതിൻ്റെ യൂണിറ്റ് തന്നിക്കണ്. അപ്പം ഞാനതിൻ്റെ പൊക്കി എഴുതി. ഞാൻ ആദ്യം വേറെ എന്ത് എഴുതിയിരുന്നു, എന്നിട്ട് ഞാൻ മാറ്റിയിട്ട് ഞാനത് എഴുതിയത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ 20th ക്വസ്റ്റ്യനിൽ എന്ത് തന്നിക്കണെന്ന് അറിയോ, 20th ക്വസ്റ്റ്യനിൽ അതിൻ്റെ ആൻസർ തന്നിക്കണ്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എഴുതി. പിന്നെ ഞാനിങ്ങനെ ഗസ് അടിച്ച് ജൂള്, എനർജി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഈ 11ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ കൺവേർഷനൊക്കെ കുറച്ച് ചോദിച്ചിട്ടുണ്ട്. ഈ 1 കിലോ വാട്ടവറിനെ ജൂളിലേക്ക് ആക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ കുറച്ച് ഞാൻ ചെയ്തിട്ടില്ല, എനിക്കത് ചെയ്യാൻ അറിയൂലേനു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കൺവേർഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഒന്നും ചോദിച്ച ക്വസ്റ്റ്യൻ വരെ അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അതായത് ഈ ബി ക്വസ്റ്റ്യൻക്ക് അത്യാവശ്യം നല്ല ടഫായിട്ട് തോന്നിയൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വലിയൊരു കുറച്ച് എന്താ പറയുക നല്ല ഡിഫിക്കൽട്ടായിട്ടാണ് ഇതിലെ 15th ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇലാസ്റ്റോമസ് എന്താണെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ എക്സാമ്പിൾ അടക്കം അറിഞ്ഞിട്ട് ഞാൻ ഇലാസ്റ്റോമസിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് വിചാരിച്ചിട്ട് ഞാൻ അത് അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെ ഒരു പൊട്ടത്തരം. പിന്നെ ഇറങ്ങിയതിൻ്റെ ശേഷമാണ് എനിക്ക് ഇലാസ്റ്റോമസ് അറ്റൻഡ് ചെയ്യാത്ത എനിക്ക് ഓർമ്മ വന്നത്. എനിക്ക് അറിഞ്ഞിട്ടും ഞാൻ അറ്റൻഡ് ചെയ്യാണ്ട് ഇട്ടേച്ച്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ 17ാമത്തെ ക്വസ്റ്റ്യന് വലിയ കുഴപ്പമില്ലേനു, അത് ഞാൻ ചെയ്ത് പഠിച്ചുകൊണ്ട് വലിയ സീനില്ല. പിന്നെ 18ാമത്തെ ക്വസ്റ്റ്യനും വലിയ കുഴപ്പമില്ലേനു, 19ഉം വലിയ സീനില്ല, 20ഉം വലിയ സീനില്ല. പിന്നെ 21ാമത്തെ ക്വസ്റ്റ്യനും ആ ഒരു സെക്ഷനിക്ക് അത്ര വലിയ 3 മാർക്കിൻ്റെ വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. ഇനി 4 മാർക്കിൻ്റെ സെക്ഷനാണ്. ഈ 4 മാർക്കിൻ്റെ സെക്ഷനിൽ ഹീറ്റും ടെമ്പറേച്ചറും ഒക്കെ, പിന്നെ ഈ ഫാരൻഹീറ്റ് സ്കെയില് അതിൻ്റെ ബി വേർഷൻ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ സെൽഷ്യസ് സ്കെയില് ഹാഫ് അങ്ങനെ പറഞ്ഞിട്ടുള്ള. എൻ്റെ അമ്മ എനിക്ക് ആ സാധനം തീരെ അറിയില്ലായിരുന്നു. തീരെ അറിയില്ല, പഠിച്ചിട്ടും ഇല്ല. ഞാൻ ആ ചാപ്റ്റർ 1ാമത് സ്കിപ്പ് ചെയ്തതാണ്. ആ ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസിന് ആ ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത്. അപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഇല്ലേനു ആ ചാപ്റ്റർ എന്താണെന്നുള്ളത്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ 23ാമത്തെ ക്വസ്റ്റ്യന് ചെയ്യാവുന്നതേ ഉള്ളൂ, വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യനേനു.
24 വലിയ കുഴപ്പമില്ലേനു. എന്നാലും എനിക്ക് ചിലത് മറ്റേ എനർജി പൊസിഷൻ ഗ്രാഫിൻ്റെ അതെനിക്ക് അറിയില്ലേനു. അതിൽ എയോ സിയോ അറിയാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എ അറിയാം, ബി അറിയാം, സി അറിയില്ല. സി അറിയാം, എ അറിയാം, ബി അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നമാണ്. എ അറിയണേൽ സി അറിയില്ല, ബി അറിയണേൽ എ അറിയില്ല. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആണ്. അതായത് ഞാൻ ഇന്നിട്ട് ഓരോന്നും എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. എനിക്ക് അറിയാവുന്ന ആൻസേഴ്സ് വെച്ചിട്ട് ചിലതിൽ എ എഴുതി വെച്ചിരിക്കണം, ചിലതിൽ ബി എഴുതി വെച്ചിരിക്കണം. അങ്ങനെയാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഈ 25ാമത്തെ ക്വസ്റ്റ്യനില്ലേ, അത് കണ്ടപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. അതായത് 25ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈസി ക്വസ്റ്റ്യനാണ്. അതായത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇപ്പോൾ ഓരോ ഡയറക്റ്റ് ചോദിച്ചാലേ ഈ 4 0 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് 4ഉം ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ആലോചിക്കുക, ഇതിപ്പോൾ ഇത്ര ഈസി ആയിട്ട് ഒരു തരൂലല്ലോ, എന്തെങ്കിലും ഉണ്ടാവും എന്ന് ആലോചിച്ചിട്ട് ഞാൻ കുറേ ടൈം നോക്കി. അതായത് ഇങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ, ഇത്ര ഈസി ആയിട്ട് 4 0 എന്നുള്ളൊരു എത്താൻ കഴിയൂല. അങ്ങനെ കുറേ ടൈം നോക്കി. അതായത് ഈ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റോ നമ്മൾ തീരെ പ്രതീക്ഷിക്കാണ്ട് ചോദിക്കുന്ന ഡെഫിനേഷൻസാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് പണി കിട്ടിയിരുന്നു. പിന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഞാനില്ലേ ഇന്ന് രാവിലാണ് ഓൾട്ടിറ്റ്യൂഡ് നോക്കണം. അതിൽ സി വേർഷനിൽ ഓൾട്ടിറ്റ്യൂഡ് നോക്കണം. ഞാൻ ഡെപ്താണ് നോക്കിയിട്ടുണ്ട്. ഞാൻ ഓൾട്ടിറ്റ്യൂഡ് നോക്കിയില്ലേ, ഇന്ന് രാവിലെ ഞാൻ ഓൾട്ടിറ്റ്യൂഡ് എടുത്ത് നോക്കി. ഓൾട്ടിറ്റ്യൂഡ് ചോദിക്കുകയും ചെയ്തു. എന്തോ ഭാഗ്യത്തിനാണ്. എനിക്കാണെങ്കിൽ ആദ്യം ഓർമ്മ വന്നില്ല, പിന്നെ എന്തൊക്കെയോ കളിച്ച് പിന്നെ ഓർമ്മ വന്ന് അങ്ങനെ അത് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ എനിക്ക് ഈ ഫസ്റ്റ് 26th ക്വസ്റ്റ്യൻ എനിക്ക് വലിയ കുഴപ്പമില്ലേനും അത്യാവശ്യം എഴുതിയിട്ടുണ്ട്. പിന്നെ 27ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് പ്രൊജക്ടൈൽ. പ്രൊജക്ടൈൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പാരബോളാന്ന് എഴുതാൻ എനിക്കറിയാം. പക്ഷേ ഈ വാട്ട് ഈസ് പ്രൊജക്ടൈൽ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടൂലല്ലോ എന്താ പ്രൊജക്ടൈൽ. പിന്നെ ഇങ്ങനെ ആലോചിച്ച് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തൊക്കെയാണ് പ്രൊജക്ടൈലിനെ പറ്റി അറിയണത് ഇങ്ങനെ ത്രോൺ ചെയ്തിട്ട് അതൊക്കെ എനിക്ക് അറിയണ പോലെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സ്പേസിലെത്തി അങ്ങനെ ആ രൂപത്തിൽ എനിക്ക് എന്തൊക്കെയാണോ അറിയാം ആ ഒരു ഇതിലാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ ഒന്നും അറിയില്ലേനു. പിന്നെ ഇതിൽ പറഞ്ഞ മാർക്ക് ചെയ്യാൻ സ്കൂളിൽ നിന്ന് നമുക്ക് വരച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മാർക്ക് ചെയ്യാൻ അറിയുന്നു. പിന്നെ 3ാമത്തെ ക്വസ്റ്റ്യന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ടൈം ഓഫ് ഫ്ലൈറ്റ് വരുന്നത്. എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് റേഞ്ച് തീരെ തല നിൽക്കില്ല, ഹൈറ്റ് പിന്നെയും കുഴപ്പമില്ല, അങ്ങനെയാണുള്ളത്. പക്ഷേ ടൈം എനിക്ക് അത്യാവശ്യം ടൈം പീരീഡ് എനിക്ക് അത്യാവശ്യം നല്ലോണം എഴുതാറിയുന്നുണ്ട്. ഞാൻ ടൈം വരുന്നതിന് പ്രാർത്ഥിച്ചിട്ട് അതുപോലെ ടൈം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു സെക്ഷനിൽ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യനാണ് ബാങ്കിങ് ഓഫ് റോഡ്. അത് ചോദിച്ചതേ ഇല്ല. പിന്നെ ഞാൻ അത്യാവശ്യം വരുമെന്ന് വിചാരിച്ച ഒരു സംഗതി ചോദിച്ചിട്ടില്ല. ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചത് ഈ ക്യാപിലറി റൈസിൻ്റെ ക്വസ്റ്റ്യൻ. ഇതും 29ാമത്തെ ക്വസ്റ്റ്യനും എനിക്ക് എ അറിയാം, ബി എനിക്കിതിൽ രണ്ടിൻ്റെയും എ അറിയാം. എനിക്ക് എന്നിട്ട് ഇതിൻ്റെ ബിയും അറിയാം. എനിക്ക് 28th ക്വസ്റ്റ്യൻ്റെ എയും ബിയും അറിയാം, സി അറിയില്ല. പിന്നെ 29th ക്വസ്റ്റ്യൻ്റെ എ അറിയാം, ബിയും സിയും അറിയില്ല. ഇങ്ങനെ എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, ഈ ഒരു ഇതുണ്ടായിരുന്നത്. ഇത് രണ്ടും എന്നിട്ട് എനിക്ക് എന്തൊക്കെ അറിയാമോ ഞാൻ അതൊക്കെ എഴുതി വെച്ച്. അല്ലാണ്ട് ഈ 2 സെക്ഷനിൽ ഒറ്റ ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതിയില്ല. രണ്ടും എനിക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ എഴുതി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതേനും ഇന്ത്യ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സത്യം പറഞ്ഞാൽ 3G അടിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. അതായത് ഞാൻ വിചാരിച്ച് പോയ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. നമുക്ക് ഈ റീകോയിൽ ഓഫ് ഗണ്ണ് അതായത് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വിചാരിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. ഇനോഷ്യലിൽ ഒരു കുന്തുമില്ല, പഠിച്ചതൊന്നും വന്നിട്ടില്ല. എന്തൊക്കെയോ അതായത് നോക്കി വെച്ചത് എഴുതിയത് തന്നെ കറക്റ്റാണോ എന്ന് ഉറപ്പില്ല. പിന്നെ ചോദിച്ച ന്യൂമെറിക്കൽസ് കുറച്ച് പ്രശ്നമായിട്ടാണ് തന്നത്. ഡെഫിനേഷൻസ് ഒന്നും ഇതുവരെ എന്തൊക്കെ കേൾക്കാത്ത കുറേ എന്തോന്നുണ്ടെങ്കിലോ 1 ന്യൂട്ടൺ എന്താണോ അങ്ങനെ എന്തോ ഒരു ഡെഫിനേഷനും കൂടി ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ കഴിഞ്ഞിട്ടുള്ളത് ഹെൻസ് ഡിഫൈൻ 1 ന്യൂട്ടൺ. ഇതെന്താന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഇതൊക്കെയാണ് അവസ്ഥ. ഇങ്ങനെ ഡെഫിനേഷൻസ് ചോദിച്ചത് തന്നെ യൂണിറ്റിൻ്റെ ഡെഫിനേഷന് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ ഐഡിയ ഇല്ലാണ്ട് ആരും അങ്ങനെ നോക്കാത്ത ടൈപ്പ് ഡെഫിനേഷൻസ് ആണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ പേപ്പർ നോക്കുന്ന ആൾക്കാർ കുറച്ച് ലിബറലായിട്ട് ആൻസർ നോക്കിയാൽ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എന്നാലും എനിക്കറിയില്ല ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും. എന്തായാലും 1 വേർഡൊക്കെ പോയത് തന്നെയല്ലേ. പിന്നെ ഇതിൽ 6ാമത്തെ ക്വസ്റ്റ്യന് ട്രൂ ആണ് കേട്ടോ. അത് പിന്നെ എനിക്ക് ആ സെക്ഷനിൽ നല്ലോണം അറിയാവുന്നതിന് കുറച്ച് കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണുള്ളത്. ഇങ്ങനെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൈ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതേനു എൻ്റെ ഫിസിക്സ് പബ്ലിക് എക്സാമിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടേനു നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പഠിച്ചു പോയതാണോ വന്നത്, എങ്ങനെ ഉണ്ടേനു എല്ലാം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇനി മാത്സ് വരാനുണ്ട്. എനിക്ക് ഇതുവരെ നടന്ന എക്സാംസിൽ, അതായത് ഇതുവരെ ഓണം എക്സാം മുതൽ നടന്നിട്ടുള്ള എക്സാംസിൽ എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയൊരു സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല. കുറച്ചും കൂടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്ന് കണ്ടിട്ടുള്ളത് മാത്സിലാണ്. അപ്പോൾ പബ്ലിക് എക്സാമിൻ്റെ കാര്യം എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. എനിക്ക് ഏറ്റവും പേടി ഉണ്ടായിരുന്ന പബ്ലിക് എക്സാമും മാത്സ് തന്നെയായിരുന്നു. ഫിസിക്സ് ഞാൻ ഇത്രയും ടഫാണെന്ന് വിചാരിച്ചിട്ടില്ല.
അറിയില്ല, എന്നാലും എനിക്ക് ടഫ് ആയിരുന്നു. എൻ്റെ ഒരു ഇതിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് ടഫ് ആയിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ